മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാനതിലേക്ക് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഞാനിതിപ്പോൾ അവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് സോസിലേക്ക് ഞാനൊരു ടീസ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് സോസ് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ മിക്സ് ചെയ്തതാ ഇതുപോലെ നമ്മുടെ റെഡ് സോസ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 സോസും ആക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട്